സബ്സ്ക്രൈബ് ചെയ്യൂ GKPSC ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ, ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും GKPSCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം GKPSCയുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. GKPSCയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഉപദ്വീപീയ പീഠഭൂമിയെ പ്രധാനമായും രണ്ട് തരമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് മധ്യമേടുകൾ, രണ്ടാമത്തേത് ഡെക്കാൻ പീഠഭൂമി. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ മധ്യമേടുകളെ കുറിച്ചിട്ട് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ചാണ്. ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇതിനെ പ്രധാനമായും രണ്ട് ഭാഗമായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പശ്ചിമഘട്ടം, രണ്ടാമത്തേത് പൂർവ്വഘട്ടം. നർമ്മദ നദിക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഓർക്കുക, നർമ്മദ നദിക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. വടക്ക് സത്പുര തൊട്ട് തെക്ക് കന്യാകുമാരി വരെയാണ് ഡെക്കാൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് മൈക്കല നിരകൾ, മഹാദേവ് കുന്നുകൾ, കൈമൂർ കുന്നുകൾ എന്നിവ. ഓർമ്മിക്കുക, വടക്ക് സത്പുര തൊട്ട് തെക്ക് കന്യാകുമാരി വരെയാണ് ഡെക്കാൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകളാണ് മൈക്കല നിരകൾ, മഹാദേവ് കുന്നുകൾ, കൈമൂർ കുന്നുകൾ എന്നിവ. നിങ്ങൾ ഞാൻ പറയുമ്പോൾ തന്നെ മാപ്പിൽ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക. സഹ്യാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഒന്നുകൂടി ഓർമ്മിക്കുക, സഹ്യാദ്രി, നീലഗിരി, ആനമലൈ, കാർഡമം ഹിൽസ് എന്നിവ ഡെക്കാൻ പീഠഭൂമിക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായി പൂർവ്വഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. ഇതിൽ മാപ്പിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുമ്പോൾ ആ മാപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലത് കൂടുതൽ വ്യക്തമായിട്ട് പതിയുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻസ് എന്തായാലും നിങ്ങളെല്ലാവരും ഓർത്തു വെക്കുക. ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായി പൂർവ്വഘട്ടവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. വടക്ക് പടിഞ്ഞാറ് ഭാഗം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശമാണ്. ഇതിനെ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് പറയുന്നു. ഓർക്കുക, ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായ പ്രദേശമാണ്. ഇതിനെ ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് വിളിക്കുന്നു. ആഗ്നേയ ശിലകളാലാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല നിർമ്മിതമായത്. ഓർത്തുവെക്കുക, ആഗ്നേയ ശിലകളാലാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല നിർമ്മിതമായത്. പരുത്തി കൃഷിക്കും അതുപോലെ കരിമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഓർമ്മിക്കുക, പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയായ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ. ഇനി നമുക്ക് പശ്ചിമഘട്ടത്തിനെ കുറിച്ചിട്ട് പഠിക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായ ജൈവ വൈവിധ്യ
കേന്ദ്രങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളമെന്ന് പറയുന്നത് 1600 കിലോമീറ്ററാണ്. ഓർമ്മിക്കുക, പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളമെന്ന് പറയുന്നത് 1600 കിലോമീറ്ററാണ്. ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളാണ് 6: ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഓർമ്മിക്കുക, പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് 6. അവ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012 ജൂലൈ 1. ഓർമ്മിക്കുക, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തിനെ ഉൾപ്പെടുത്തിയ വർഷമാണ് 2012 ജൂലൈ 1. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഓർക്കുക, അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരമാണ് 2695 മീറ്റർ. ഇത് നമ്മുടെ കേരളത്തിലാണ്. ഇതിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് മീശപ്പുലിമല. മീശപ്പുലിമലയുടെ ഉയരമാണ് 2640 മീറ്റർ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ആനമുടി തന്നെയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിലാണ്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മലനിരയാണ് അഗസ്ത്യാർ മലനിരകൾ. ഓർമ്മിക്കുക, പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മലനിരയാണ് അഗസ്ത്യാർ മലനിരകൾ. മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് സഹ്യാദ്രി എന്നാണ്. ഓർമ്മിക്കുക, മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്ന പേരിലും തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരിമല എന്ന പേരിലുമാണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ദോഡാബേട്ട. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഉയരം കൂടിയ കൊടുമുടികളെക്കുറിച്ച് പഠിക്കാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്താങ്കട പർവ്വതം. ഇത് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ദോഡാബേട്ട. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ് ഗാർഗ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. ആരവല്ലി നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. ഇത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഛോട്ടാ നാഗ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് പരസ്നാഥ് കുന്നുകൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്.
നീലഗിരി മലയിലെ ആദിവാസ ഗോത്ര വിഭാഗമാണ് തോഡർ. ഓർമ്മിക്കുക, നീലഗിരി മലയിലെ ആദിവാസ ഗോത്ര വിഭാഗമാണ് തോഡർ. പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ച് പഠിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, ശരിക്കും ഓർത്തു വെക്കുക. പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ തലവനായിരുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. 2009 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ആഗസ്റ്റ് 31. ഓർക്കുക, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ആഗസ്റ്റ് 31. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയിലാണ്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഓർക്കുക, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണമാണ് 123. ഓർക്കുക, കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണമാണ് 123. കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച വ്യക്തിയാണ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ. ഓർമ്മിക്കുക, കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്, അതായത് കേരള സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച വ്യക്തിയാണ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ. ആകെ കൺഫ്യൂഷനായോ? ഒന്നുമില്ല. കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിനെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മറ്റൊരു കമ്മിറ്റിയെ വെച്ചു. അതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കസ്തൂരി രംഗൻ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ കേരള സർക്കാർ നിയോഗിച്ച വ്യക്തിയാണ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പൂർവ്വഘട്ടത്തിനെക്കുറിച്ചാണ്. ഡെക്കാൻ പീഠഭൂമി പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പശ്ചിമഘട്ടം, രണ്ടാമത്തേത് പൂർവ്വഘട്ടം. പശ്ചിമഘട്ടം എന്നാൽ ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള ഇന്ത്യയുടെ ഭാഗത്തായിട്ട് കിടക്കുന്നതാണ്. പൂർവ്വഘട്ടം നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് തമിഴ്നാട് മുതൽ അങ്ങ് പശ്ചിമ ബംഗാൾ വരെ കിടക്കുന്നതാണ് പൂർവ്വഘട്ടം. പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണ്. ഓർമ്മിക്കുക, പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണ്. മഹേന്ദ്രഗിരി, ഷെവ്രോയ്, ജാവതി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. ഓർക്കുക, മഹേന്ദ്രഗിരി, ഷെവ്രോയ്, ജാവതി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. നല്ലമല, പളനി, നൽക്കൊണ്ട എന്നീ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് പൂർവ്വഘട്ടത്തിലാണ്. പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. ഓർക്കുക,
പൂർവ്വഘട്ടത്തിലൂടെ ഒഴുകുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. പശ്ചിമഘട്ടത്തിനെക്കുറിച്ചുള്ള 2 പോയിന്റുകൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ അറിയപ്പെടുന്നത് ഏലം കുന്നുകൾ എന്നാണ്. അതേപോലെ പശ്ചിമഘട്ട മലനിരയിലുള്ള ഏറ്റവും വലിയ പട്ടണമാണ് മഹാരാഷ്ട്രയിലെ പൂനെ. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSCക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.